ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ സഭാപിതാക്കന്മാർക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. സഭാപിതാക്കന്മാർ യേശുക്രിസ്തുവിൽ കൂടിയുള്ള ദൈവിക വെളിപാടിനെ അംഗീകരിക്കുന്നവരും പ്രസ്തുത സത്യത്തെ കുറ്റമറ്റ നിലയിൽ സാക്ഷിക്കുന്നവരും ആയിരിക്കണമെന്ന് പൗരസ്ത്യ പാരമ്പര്യം നിഷ്കർഷിക്കുന്നു. അങ്ങനെയുള്ള ഒരു മഹാപരിശുദ്ധനാണ് പരിശുദ്ധനായ മാർ ശമൗൻ ദസ്തൂനി. ക്രിസ്തീയ സഭയുടെ ആരംഭകാലങ്ങളിലുണ്ടായിരുന്ന ചില സുപ്രധാന ആത്മീയ സ്രോതസ്സുകൾ മാർ ശമൗൻ ദസ്തൂനിയുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു. പരിശുദ്ധനായ മാർ ശമൗൻ ദസ്തൂനി സിലിഷ്യയിലെ സീസ് എന്ന ഗ്രാമത്തിൽ ക്രിസ്തുവിന് ശേഷം 386 ആണ്ടിൽ ജനിച്ചു. ദസ്തൂനി എന്ന പദം എസ്തുനോയോ എന്ന സുറിയാനി പദത്തിൽ നിന്ന് വന്നതാണ്. തൂണിൽ തപസ് ചെയ്യുന്നവൻ എന്നാണ് ഈ പദം അർത്ഥമാക്കുന്നത്. വിശുദ്ധനായ ശമൗൻ ദസ്തൂനി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ലോകത്തിലെ അത്ഭുത മനുഷ്യനായിരുന്നു. സന്യാസി ശ്രേഷ്ഠനായ ക്രിസ്തീയ സന്യാസ പ്രസ്ഥാന പാരമ്പര്യത്തിൽ പ്രമുഖമായൊരു സ്ഥാനം മാർ ശമൗനുണ്ട്. ഭക്തിജീവിതം കൊണ്ടും നിഷ്കൃഷ്ടമായ തപശ്ചര്യകൾ കൊണ്ടും പരമധന്യമായ ഒരു ജീവിതം നയിച്ച ഒരു പരിശുദ്ധനാണ് അദ്ദേഹം. ഭൗതികതത്തിൽ മുന്നേറുന്ന ഒരു നൂറ്റാണ്ടിൽ ജീവിച്ച് ആത്മീയ ശക്തിയുടെ മഹാപ്രഭാവം വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞ ഒരു മഹത് ജീവിതമായിരുന്നു മാർ ശമൗൻ ദസ്തൂനിയുടേത്. പ്രാർത്ഥന മുഖാന്തരം സ്വായത്തമാക്കാവുന്ന ആത്മീക ശക്തി എത്ര വലുതും വ്യാപകവുമെന്ന് സ്വന്തം ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തിയ മനുഷ്യനാണ് അദ്ദേഹം. ഈ പരിശുദ്ധൻ തൻ്റെ ഏകാന്തതയിലൂടെ, നിശബ്ദതയിലൂടെ, സ്നേഹാർദ്രമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനിലേക്കും ജീവൻ്റെ സ്രോതസ് ഒഴുകി. നിരന്തരമായ തപസ്സിലൂടെയും പ്രാർത്ഥനയിലൂടെയും ലഭിച്ച വിവേകശക്തിയും ദൈവസാന്നിധ്യവും തൻ്റെ അടുത്ത് ചെന്നവർക്ക് പ്രകാശവും ശക്തിയും നൽകി. ഈ പരിശുദ്ധ പിതാവ് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ലോകത്തെ പ്രകാശിപ്പിക്കുകയും മനുഷ്യരെ ആഴമായി സ്നേഹിക്കുകയും ചെയ്തു. സന്യാസത്തിൻ്റെയും തപസ്സിൻ്റെയും അന്തിമ ലക്ഷ്യം അതിരുകളില്ലാത്ത മനുഷ്യസ്നേഹവും ആർദ്രമായ കരുണയുമാണെന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം സ്വന്തം ജീവിതത്തിൽ ദൈവീകരണത്തിൻ്റെ നിരവധി പടികൾ ചവിട്ടിക്കയറി. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ പരിശുദ്ധനായ മാർ ശമൗൻ ദസ്തൂനിയുടെ നാമത്തിലുള്ള ദേവാലയങ്ങൾ വളരെ വിരളമാണ്. അതിലൊന്നാണ് മഞ്ഞക്കാല മാർ ശമൗൻ ദസ്തൂനി ഓർത്തഡോക്സ് ദേവാലയം. ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥത അനേകർക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്. ജാതിമതഭേദമന്യേ ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം യാചിക്കുന്ന ആരും തന്നെ ലജ്ജിതരായിട്ട് മടങ്ങിപ്പോയിട്ടില്ല എന്ന് അനുഭവസ്ഥർ സാക്ഷിക്കുന്നു. ദേവാലയ നിർമ്മാണം പൂർത്തീകരിച്ച് ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്ന ഈ നല്ല നിമിഷത്തിൽ തുടർന്നും ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്കേവർക്കും കാവലും കോട്ടയുമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സസ്നേഹം, നിങ്ങളുടെ കോശി ജോണച്ചൻ.